പാലക്കാട് എക്സൈസിൽ കൂട്ട സ്ഥലം മാറ്റം 8 വനിതകൾ ഉൾപ്പെടെ 59 ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റി. മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചാണ് സ്ഥലമാറ്റ നടപടിയെന്ന് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ശുപാർശയിലാണ് സ്ഥലമാറ്റ നടപടിയെന്നും ആക്ഷേപമുണ്ട്. സച്ചിൻ വള്ളിക്കാരുണ്ട് വിവരങ്ങൾ നൽകാൻ. സച്ചിൻ, എന്താണ് ഈ സ്ഥലമാറ്റ നടപടി നേരിട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്? അരുണ്യ, പ്രധാനമായും UDF സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 59 പേരെയാണ് എക്സൈസിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും സ്ഥലം മാറ്റിയിട്ടുള്ളത്. അതിൽ 8 വനിതകളടക്കം ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമായും ഈ സ്ഥലമാറ്റ നടപടി നേരിട്ട ഉദ്യോഗസ്ഥർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 3 മാസം, അതായത് നിലവിൽ ചെക്ക് പോസ്റ്റ് ഒഴികെയുള്ള എല്ലാ എക്സൈസ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെ സേവനവും 2 വർഷമായി സർക്കാർ നിജപ്പെടുത്തിയിരുന്നു. എന്നാൽ 3 മാസം മുൻപ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലമാറ്റ നടപടികളെല്ലാം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്നിരുന്നു. എന്നിട്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ മാനദണ്ഡങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഇതൊന്നും പാലിക്കാതെ ഇത്തരത്തിൽ വീണ്ടും സ്ഥലം മാറ്റ നടപടികളിലേക്ക് ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും സ്ഥലമാറ്റ നടപടികൾ നേരിട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് പ്രധാനമായും ഈ UDF അനുകൂല സംഘടനകൾ നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി എന്നാണ് നിലവിൽ സ്ഥലം മാറ്റപ്പെട്ടവർ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ ഒരു തലത്തിലുള്ള, അതായത് വലിയൊരു ആളുകളെ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് എക്സൈസിൻ്റെ ഓഫീസുകളിൽ നിന്നും സ്ഥലം മാറ്റിയിട്ടുള്ളത്. അതിൽ ഡ്രൈവർമാർ അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഒരു പ്രതികാര നടപടിയാണ് ഇപ്പോൾ UDF അനുകൂല സംഘടനകളുടെ ഭാഗത്തു നിന്നും നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടത്തുന്നത് എന്നാണ് ഈ സ്ഥലമാറ്റ നടപടി നേരിട്ടവർ ആരോപിക്കുന്നത്. ശരി, സച്ചിൻ വള്ളിക്കാരാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് എക്സൈസിൽ 59 പേരാണ് കൂട്ടമായി സ്ഥലം മാറ്റിയത്.